ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 4 മാസത്തിലേറെയായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരത്തിലാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് സർവകലാശാല യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ മാസം 11 തീയതി, സെപ്റ്റംബർ മാസം 11 തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് തെരഞ്ഞെടുപ്പിനകത്ത് സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിലേക്ക് SFIയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയതിനു ശേഷം ഇങ്ങോട്ട് 4 മാസമായും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള സമീപനം ഏകാധിപത്യപരമായി സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ കുന്നുമ്മൽ മോഹനൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമുക്കറിയാം, ഈ സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും ചുമതലയിലെത്തിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ കൊണ്ട്, ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ട്, ഏകാധിപത്യ സമീപനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പല ശ്രമങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, ജീവനക്കാരുടെയൊക്കെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ, സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥി സമൂഹം വിവിധങ്ങളായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൂടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തി തങ്ങളുടെ സർവകലാശാല യൂണിയൻ കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത് ആ സർവകലാശാല യൂണിയൻ കൗൺസിലർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർവകലാശാല യൂണിയനെ 4 മാസമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലുള്ള ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവുമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തനവും നടക്കാൻ സാധ്യമല്ലാത്ത നിലയുണ്ടാകുകയാണ്. ഇപ്പൊ 4 മാസക്കാലത്തിനിടയിൽ ഞങ്ങൾ വിവിധങ്ങളായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി. ഞങ്ങൾ ജനാധിപത്യപരമായി നീതി ഈ സർവകലാശാലയ്ക്കുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ 4 മാസത്തിനിപ്പുറവും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്ത് ഈ അക്കാദമിക് ഇയർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി 2.5 മാസം മാത്രമാണ് അക്കാദമിക് ഇയർ അവസാനിക്കുന്നതിന് വേണ്ടി അവശേഷിക്കുന്നതായുള്ളത്. ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിൽക്കട്ടെ, സർവകലാശാല യൂണിയന്റെ കലോത്സവം എന്നുള്ളത് ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ആയിരക്കണക്കിന് 10,000 വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അവരുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട വേദി സർവകലാശാലയിൽ ഒരുങ്ങുന്ന നിലല്ല. ഇപ്പൊ 3-ാം വർഷ വിദ്യാർത്ഥികൾ, PG 2-ാം വർഷ വിദ്യാർത്ഥികൾ, അതിനകത്ത് ഉൾപ്പെടെയുള്ള കലാപ്രതിഭകൾക്ക് കലോത്സവങ്ങളിലൂടെ ലഭ്യമാകേണ്ടുന്ന ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭിക്കാത്ത നില ഈ നിലപാടിന്റെ ഭാഗമായി ഉണ്ടാകുകയാണ്. ഇനി അവശേഷിക്കുന്നത് 2 മാസം മാത്രമാണ്. ഈ 2 മാസത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യേണ്ടുന്ന കലോത്സവമെങ്കിലും നടത്തി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് അനുവദിക്കാത്ത നില തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഞങ്ങളുടെ വിവിധങ്ങളായ സമരപരിപാടികളുടെ തുടർച്ച എന്ന നിലയ്ക്ക് സർവകലാശാല ആസ്ഥാനത്ത് തന്നെ സമരപ്പന്തലൊരുക്കി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചുള്ളത്. ഈ സമരം ഞങ്ങൾ തുടരും. ഇത് തുടരുക എന്നുള്ളത് മാത്രമല്ല, ഈ 2 സർവകലാശാലകളുടെയും വൈസ് ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹം പൊതുവെ സർവകലാശാലകൾക്കകത്തേക്ക് വരാറില്ല. ഇപ്പോൾ കേരള സർവകലാശാലയിലും അദ്ദേഹം വരാറില്ല, ആരോഗ്യ സർവകലാശാലയിലും അദ്ദേഹം വരാറില്ല. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ അന്വേഷിക്കും അദ്ദേഹം കേരളത്തിലേ ഇല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറന്ന് നടക്കലിനൊടുവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് കൂടി ഞങ്ങൾ ഈ സമരവേദിയെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ അനുവദിക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ പണിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഇതിനകത്ത് മോഹനൻ കുന്നുമ്മലിനെ സംബന്ധിച്ച് നമുക്കറിയാം, RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം, RSSന്റെ അജണ്ട നടപ്പാക്കൽ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ടൂളായിട്ട് KSU മാറിക്കൊണ്ടിരിക്കുകയാണ്. KSU കേവലം RSSന്റെ പണിയാളായിട്ടുള്ള ഈ മോഹനൻ കുന്നുമ്മലിന്റെ ടൂളായി KSU അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികളോട് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടത്തി സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് സർവകലാശാല ഡിക്ലെയർ ചെയ്ത തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഈ തെരഞ്ഞെടുപ്പിനകത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് ഞങ്ങൾ മത്സരിച്ചു. സുമി എസ് ആയിരുന്നു. നമ്മുടെ കൊല്ലത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുമിയാണ് ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് മത്സരിച്ചത്. ഓപ്പോസിറ്റ് KSUവിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഹല്യ എൽ. സുമിക്ക് 116 വോട്ട് കിട്ടി, KSUവിന് 39 വോട്ട് കിട്ടി. ഈ 116 വോട്ട് കിട്ടി വിജയിച്ച് സർവകലാശാല ഡിക്ലെയർ ചെയ്ത തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് സർവകലാശാല ഡിക്ലെയർ ചെയ്ത ആളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കരുതെന്ന് KSU പറയുന്നതിനകത്ത് ലോജിക്ക് എന്താണ്? ഇവരാണ്
അല്ല, കീറിയെറിഞ്ഞതിന്റെ വിഷ്വൽസ് നമ്മുടെ മുൻപിലുണ്ടല്ലോ. നിങ്ങളിൽ ചില മാധ്യമങ്ങളെങ്കിലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അത് സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിൽ പരാജയം ഉറപ്പാക്കിയ KSU ആ വോട്ട് ഈ പറഞ്ഞവർക്ക് ബാലറ്റ് ഷീറ്റുകളും മറ്റ് സാമഗ്രികളും കീറിയെറിയുന്നതിന് വിഷ്വൽസ് നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഇത് രണ്ടും രണ്ട് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടും രണ്ട് നോട്ടിഫിക്കേഷൻ ഉള്ള രണ്ട് തെരഞ്ഞെടുപ്പാണ് സെനറ്റ് തെരഞ്ഞെടുപ്പും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പും. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് സെനറ്റിന്റെ വോട്ടർ കൗണ്ടിങ് ആരംഭിക്കുന്നത്. ആ കൗണ്ടിങ്ങിന്റെ ഘട്ടത്തിലാണ് KSU എന്ന് ബോധപൂർവം വിഷയം ഉണ്ടാക്കുകയും ബാലറ്റ് ഉൾപ്പെടെ കീറിയെറിയുകയും ചെയ്യുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പൊ സെനറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്ന് സ്വീകരിച്ചത് അന്ന് ആ വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന നിലയുണ്ടായില്ല. ഒന്നുകിൽ റീ ഇലക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട UUC-മാരെ വെച്ച്, ഒന്നുകിൽ അതേ UUC-മാരെ വെച്ച്, അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ വെച്ച് റീ ഇലക്ഷൻ നടത്തണം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയി സെനറ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കാരണം ആ സെനറ്റിൽ നിന്ന് വേണം ഞങ്ങൾക്ക് വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് മെമ്പർ ഇല്ലാതെ കേരള സർവകലാശാല നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സെനറ്റിൽ നിന്ന് മാത്രമേ വിദ്യാർത്ഥി സിൻഡിക്കേറ്റിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യമാവുള്ളൂ. അപ്പോൾ അതുൾപ്പെടെ ഞങ്ങളുടെയും ആവശ്യമായിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് SFIയുടെ സ്ഥാനാർത്ഥിക്ക് 120 വോട്ടാണ് കിട്ടുന്നത്, KSUവിന് 35 വോട്ട്. ഇത് വീണ്ടും റീ ഇലക്ഷൻ നടത്തണമെന്ന് അവർ പറയുന്നതിനകത്തെ ലോജിക്ക് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ ഈ പറഞ്ഞ പോലെ പ്രിഫറൻസ് വോട്ടിംഗ് ആണ്. SFIയുടെ രണ്ട് കാൻഡിഡേറ്റ്സിനും 60 വോട്ട് വെച്ചും KSUവിന്റെ സ്ഥാനാർത്ഥിക്ക് 36 വോട്ട് കിട്ടുന്നത്. വൈസ് ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് SFI എതിരില്ലാതെയാണ് വിജയിച്ചിട്ടുള്ളത്. KSUവിന്റെ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എതിരില്ലാതെ ഉൾപ്പെടെ ഞങ്ങൾ വിജയിച്ച ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ഇത്തവണത്തെ കേരള സർവകലാശാല യൂണിയന്റെ മറ്റൊരു പ്രത്യേകത, സർവകലാശാല യൂണിയന്റെ എല്ലാ പോസ്റ്റിലേക്കും വനിതകളാണ്, വിദ്യാർത്ഥിനികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സർവകലാശാല യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥിനികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഉൾപ്പെടെ പ്രാധാന്യമുള്ള പ്രത്യേകതകളുള്ള സർവകലാശാല യൂണിയനെ അധികാരത്തിലേറാൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് KSU തീരുമാനം എടുത്തിട്ടുള്ളത് ഈ വൈസ് ചാൻസലറുടെ തിട്ടൂരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ KSU സഖ്യം ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ ഇങ്ങനൊരു സംഭവം? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ 4 മാസമായി അവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ യൂണിയൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനുവദിക്കാത്ത നിലയിലുള്ള സമീപനം. ഞങ്ങൾ സമാധാനപരമായി നിരന്തരം സമരം ചെയ്തു. കാരണം ഞങ്ങളുടെ ആവശ്യം ജനുവിനാണ്, ജനാധിപത്യപരമാണ്. ആ ആവശ്യം, ആ അവകാശം ഞങ്ങൾക്ക് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്തത്. ഇനിയും ഞങ്ങൾ സമാധാനപരമായി തുടർന്നാൽ ഇത്രയും 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കപ്പെടും. നാളെ ആ കുട്ടികളോട് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കുട്ടികളെ കുറിച്ചുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികളെ കുറിച്ചുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്, ആ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. 1000-കണക്കിന് വരുന്ന കുട്ടികളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കാണ് SFI കടക്കാൻ വേണ്ടി പോകുന്നത്. ശക്തമായിരിക്കും ഞങ്ങളുടെ സമരം. ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ തുടർച്ചയിൽ രൂപപ്പെട്ടു വരുന്ന പരാതിയാണ്. ആ പരാതിക്കൊക്കെ ചില കോമൺ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയാണ്. കാരണം ഒരു കഥ മെനയുന്നു. ഈ കഥകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ പല സാമ്യതകളും ഉള്ളതായി കാണാൻ വേണ്ടി കഴിയും. ഈ കഥകളൊക്കെ ആദ്യം പുറത്തേക്ക് വരെ ചില മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിലാണ്. ഇത് ഒരേ സീക്വൻസിൽ വളരെ ആസൂത്രിതമായി ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സണോട് വളരെ മോശമായിട്ടൊരു വിദ്യാർത്ഥി ബിഹേവ് ചെയ്യാണ്. ഒന്നും ചെയ്തില്ല. സർവകലാശാല ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സൺ തിരിച്ച് മറുപടി പോലും പറയാതെ കോളേജിലെ പ്രിൻസിപ്പളിന് പരാതി എഴുതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഒരല്പനേരം കഴിയുമ്പോഴേക്ക് ഇദ്ദേഹം ചില ചാനലുകളുടെ ക്യാമറയുടെ മുൻപിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഈ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ ക്യാമ്പസിനകത്ത് SFIയെ സംബന്ധിച്ച് അവിടുത്തെ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസവും ഒരു ഡാമേജും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനപ്പുറത്ത് ഞങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് വളരെ ഗൗരവ സ്വഭാവത്തിൽ ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമല്ലല്ലോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ക്യാമറ മറ്റ് പല ക്യാമ്പസുകളിലേക്കും ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി കൂടി വല്ലപ്പോഴുമെങ്കിലും സമയം മെനക്കെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചക്കിടയിൽ ഉണ്ടായ സംഭവമാണ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ്. ഈ ദിവസങ്ങളിൽ തുടർച്ചയായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് MSFും KSUവും ചേർന്ന് അക്രമ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളതിന്റെ വിഷ്വൽസ് പുറത്തുവിട്ടു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ഓഫീസ് അടക്കം അടിച്ചു തകർക്കുന്ന നിലയിലേക്കുള്ള വിഷ്വലുകൾ ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തു. ഒരൊറ്റ മാധ്യമ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. ഇന്നലെ മലപ്പുറത്ത് സോണൽ കലോത്സവം പൂർത്തീകരിച്ചത് ഇന്നലെ രാത്രിയാണ്.
ആ സോണൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന നിലയുണ്ടാവുക. നിങ്ങൾ ഏകപക്ഷീയമായി SFIയെ അടക്കം ചെയ്ത് അടക്കി അതിന്റെ മുകളിൽ കല്ല് വെച്ച് കളയാം എന്ന സമീപനം ചില മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ SFIയെ തകർക്കുന്നതിന് വേണ്ടി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പല ഘട്ടത്തിൽ നിങ്ങൾ പല വാർത്തയും കൊടുക്കുന്ന ഘട്ടത്തിൽ എന്താണ് SFIയുടെ വേർഷൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലും നിങ്ങൾ മെനക്കെടുന്നില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത മിനിഞ്ഞാന്ന് കൊടുത്താണല്ലോ. ഇന്ന് രാവിലെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല. വളരെ ഏകപക്ഷീയമായി SFIയുടെ അടക്ക് നടത്തിക്കളയാം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പ്രവർത്തിച്ചുകൊള്ളുക. കാരണം പോയ കാലത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മറ്റേ നിഷ്പക്ഷരാണ് ഞങ്ങൾക്ക് വേറെ പക്ഷമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ SFI വിരോധമൊന്നുമില്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ തുറന്നുകൊള്ളുക. അല്ല, ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് അടിച്ചു പൊളിക്കുന്നതും വിദ്യാർത്ഥികളെ MSF ആക്രമിക്കുന്നതും നിങ്ങൾക്ക് വാർത്തയല്ലാതിരിക്കുകയും യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിഷയവും ദൃശ്യമൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഒരു പയ്യൻ വന്ന് പറയും എന്നെ അടിച്ചു, അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കാനുള്ള വാർത്തയായി മാറുകയാണ്. ഇങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്തോ ഞങ്ങൾക്ക് ആക്ഷേപമല്ല, പക്ഷേ നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഏറ്റവും ചുരുങ്ങിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. അല്ല, പോലീസിന് സ്വാഭാവികമായും പരാതി ലഭിക്കുമ്പോൾ പോലീസ് കേസെടുക്കും, FIR രജിസ്റ്റർ ചെയ്യും. അതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. ഒരു പരാതി കിട്ടി കഴിഞ്ഞ് പോലീസ് കേസെടുത്തിട്ടില്ല എന്നെ നാളെ തൊട്ട് നിങ്ങൾക്ക് 2 ദിവസം ഓടിക്കാനുള്ള വകുപ്പല്ലേ ഇത്? അല്ല ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിന് ഈ ഘട്ടത്തിലൊന്നുമല്ല ഇവിടുത്തെ വലതുപക്ഷം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല. അപ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ ഇപ്പോൾ നേരത്തെ ജാമ്യത്തിലുള്ള ആളുകളുടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിനുൾപ്പെടെ വളരെ ആസൂത്രിതമായിട്ട് രൂപപ്പെടുത്തുന്ന പരാതികളാണ്. ഇതിന്റെ പുറകിൽ പല ആളുകളുണ്ട്. അത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പരാതികൾ ബിൽഡ് ചെയ്യുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അത് വളരെ ആസൂത്രിതമാണ്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ മുൻപിലും അടിയറവ് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കല്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ആ ക്യാമ്പസിലെ സർവ്വസംഘടനയെ തകർക്കുന്നതിന് വേണ്ടി, അതുവഴി കേരളത്തിലെ SFIയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഈ സംഘടന പ്രതിരോധിച്ചിട്ടുണ്ട്. അത് പ്രതിരോധിച്ചത് വിദ്യാർത്ഥികളെ അണിനിരത്തി തന്നെയാണ്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ കാര്യം, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളെ അറിയാം. ഈ പറയുന്നത് പോലല്ല ആ ക്യാമ്പസിലെ SFI എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് SFI, ആ ക്യാമ്പസിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച്.